ഹലോ. ഇന്നത്തെ എൻ്റെ കഥാപാത്രം ഒരു ഡ്രാമ ക്വീൻ ആണ്. ഡ്രാമ ക്വീൻ ഓർ ഡ്രാമ കിങ് ആര് വേണമെങ്കിലും ആകാം. ജെൻഡർ ന്യൂട്രാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ ഡ്രാമ ക്വീൻ ഓർ കിങ്ങിനെ എവിടെ വേണമെങ്കിലും കണ്ടുമുട്ടാം. ഓഫീസ്, കോളേജ്, സ്കൂൾ, ഫാമിലി, എനിവെയർ. ഓക്കെ. ഇവരെന്തുകൊണ്ടാണ് ഡ്രാമ എന്ന് പറയുന്നത്? ജീവിതം ഇവർക്കൊരു സിനിമയാണ്. അതായത് ഇവർ നടക്കുന്നതും ശ്വസിക്കുന്നതും എന്നെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്, ക്യാമറകൾ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേയിരിക്കണം. ദേ ഡോണ്ട് നോ ഹൗ ടു ബി ജെന്യുവൻ. ഓക്കെ. പിന്നെ അവർക്ക് ഒരുപാട് ആക്ട്രസും ഇഷ്ടപ്പെടുന്ന പോലെ തിയേറ്റർസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസ് സെറ്റിംഗ് തന്നെ നമുക്ക് എടുക്കാം. അവിടുത്തെ ഒരു ഡ്രാമ ക്വീൻ. ഈ ഒരു ഡ്രാമ ക്വീൻ ഒരു മീറ്റിംഗ് മോങ്കർ കൂടിയാണ്. മീറ്റിംഗ് മോങ്കർ ആരാണ്? തൊട്ടേനും പിടിച്ചതിനും മീറ്റിംഗ് ഒരു വീക്ക്നസ് ആണ്. മീറ്റിംഗ് വിളിച്ചു വരുന്നത്. ഉടനെ ഒരു മീറ്റിംഗ് കൂടാൻ ഒരു മീറ്റിംഗ്. ഓക്കെ. സോ മീറ്റിംഗ് വിളിക്കുന്നു. പക്ഷേ അത് കുറച്ച് ഡ്രാമാറ്റിക് ആക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു 17 നിലയുള്ള ഒരു കെട്ടിടമാണെങ്കിൽ 17 നിലയിൽ വെച്ചായിരിക്കും മീറ്റിംഗ്. അന്നത്തെ ദിവസം ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യില്ല, എല്ലാവരും പഠിച്ച് കയറണം. അങ്ങനെ പഠിച്ച് കയറി എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് അവിടെ വന്നിരിക്കുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് തളർന്നിരിക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന ഡ്രാമ പേഴ്സൻ്റെ ഒരു എൻട്രി. കയറി വരുന്ന കാണണം. അവർ കയറി വന്നാൽ അവരാരെയും ശ്രദ്ധിക്കില്ല. പക്ഷേ എന്തൊരു ചൂട്. ലൈറ്റ് ശ്രദ്ധിക്കും. ഈ ലൈറ്റ് എന്താ ഇടാത്ത, ആ AC എന്താ ഇടാത്ത. അങ്ങനെ ഒരു 15 മിനിറ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം മിന്ത്രയിൽ നിന്ന് മേടിച്ച 5000+ ഡ്രസ്സ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണ്ടേ. ഇതെല്ലാം കഴിഞ്ഞായിരിക്കും പെട്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരിപ്പുണ്ടായോ? മീറ്റിംഗ് ഉണ്ടല്ലേ. ഓക്കെ. എന്നാൽ നമുക്ക് ഉടനെ തുടങ്ങാം. എല്ലാവരും ഹാപ്പി അല്ലേ? പിന്നെ അവരുടനെ തുടങ്ങില്ല. അവരവരുടെ ചിങ്കിടീനെ പറഞ്ഞു വിടും. സാറ് സ്റ്റാർട്ട് ചെയ്തോ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കും. ഓക്കെ. അങ്ങേര് സ്റ്റാർട്ട് ചെയ്യും. മീറ്റിംഗ് കുറച്ച് കളറാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഡാൻസ്, ചിലപ്പോൾ ഒരു പാട്ട്. ഇനി ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരെല്ലാവരുമായിട്ട് വിശേഷം പങ്കിട്ടുകൊണ്ടിരിക്കും, ഫോൺ നോക്കിയിരിക്കും. പെർഫോമൻസ് കഴിയുമ്പോൾ പറയും, നിങ്ങൾക്കൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നു, ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് പാടുകയൊക്കെ എന്നൊക്കെ വേണ്ടി പറയും. ഓക്കെ. അതിനുശേഷം അവരെണീക്കും, കുറച്ച് അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങനെ നിൽക്കും. ആൻഡ് ഫൈനലി ഷി വിൽ കം ടു ദ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം കാര്യങ്ങൾ. ഓക്കെ. ഒരു മെമ്മോ അയച്ചേണ്ട കാര്യം മതി. നിങ്ങൾ ഓഫീസിൽ വിട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഫാൻ ഓഫ് ചെയ്യണം, സ്വിച്ച് ഓഫ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ബോറടിപ്പിക്കും. അതിനുശേഷം ജ്യൂസി ഗോസിപ്പ് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഏബനും ലിൻഡയും രണ്ടുപേരും തമ്മിൽ കിസ് ചെയ്യണത് ആരോ ഇവരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തു. ഓക്കെ. ഇറ്റ് വാസ് ഇൻ ദ CCTV ഓൾസോ. അപ്പോൾ അവർ വേഗം തന്നെ ഇങ്ങനെ പറയും, ഫിനാൻസിലെ ഒരു ആള് ബില്ലിങ്ങിലെ ഒരു പെണ്ണുമായിട്ട് നോട്ട് സോ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അവരെ വിളിച്ച് വോൺ ചെയ്യണതിന് പകരം ഷിൽ മേക്ക് ഇറ്റ് എ ബിഗ് തിങ്. ഓക്കെ. ജ്യൂസി തിങ്. അങ്ങനെ എല്ലാവരും ഇൻസൾട്ട് ചെയ്ത് കൊച്ചാക്കിയതിന് ശേഷം അവരിങ്ങനെ ഒരു കാര്യം പറയും, പിന്നെ നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത്. ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു പോലും ആ സ്റ്റാഫ് ശ്രദ്ധിക്കുന്നില്ല. ബട്ട് അവരുടെ വിചാരം അവരെക്കുറിച്ച് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്ത് അവർ ആ ബോംബിടും. ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിൻ്റെ മെയിൻ റീസൺ അവരങ്ങ് പറയും, നാളെ തൊട്ട് നിങ്ങളുടെ വർക്കിംഗ് ടൈം കൂട്ടി 10 മണിക്കൂർ. ശരി എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങിപ്പോകും. ഇത് കേട്ടതും ഉറങ്ങിക്കൊണ്ടിരുന്ന സ്റ്റാഫ് പെട്ടെന്ന് 10 മണിക്കൂറോ 10 എന്താണിത്? പിന്നെ ഒരു കെയോസ്, ഒരു കൺഫ്യൂഷൻ, പിന്നെ ഒരു ബഹളം, ഒരു മയം. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇവർ കാര്യം സാധിച്ച രീതിയിൽ ഡ്രാമ ക്വീനായിട്ട് എക്സിറ്റ് ചെയ്യും. ബാക്കി അവർ തല്ലുപിടിച്ചോ കരഞ്ഞോ ബഹളം വെച്ചോ എന്ത് വേണേലും ചെയ്തോട്ടെ. ഐ എം ദ ഡ്രാമ ക്വീൻ / മീറ്റിംഗ് മോങ്ക.